വേക്കൻസി വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു വേക്കൻസി വീഡിയോ ചെയ്തത് ടീച്ചേഴ്സ് വേക്കൻസിന്റെ ആണ്. അതിനുശേഷം ഞാനൊരു മെഡിക്കൽ ഫീൽഡിലേക്കുള്ള നഴ്സസിന്റെ IGMSലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഇപ്പം ഇതിന്റെ ഇടയിൽ ലാബ് ടെക്നീഷ്യൻ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു, ഒരു 5 നമ്പേഴ്സ്. അപ്പോൾ എമോസിലേക്കായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു പോയി. November 2 എങ്ങാനായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പൊ ഇന്ന് ഒരു ലോഡ് വേക്കൻസി ആണെന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ എന്റെ പല വീഡിയോയിലും. ഞാൻ മെൻഷൻ ചെയ്യാറുള്ളത് മെയിനായിട്ടും ഞാൻ വന്ന ഒരു ഏജൻസി ഉണ്ട്, അതുപോലെ തന്നെ SR ഹോളിഡേയ്സ് എനിക്കറിയാവുന്ന ഒരു ഏജൻസിയാണ്. അപ്പൊ അവരുടെയാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. അപ്പൊ അവർക്കൊരു വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ അവര് കണ്ടിന്യൂസ് ആയിട്ട് വേക്കൻസീസ് ഇടാറുണ്ട്. അപ്പൊ ഞാൻ ആ ലിങ്ക് ഒക്കെ ചോദിച്ചവർക്കൊക്കെ ആദ്യത്തെ വീഡിയോസിൽ ഞാനിത് മെൻഷൻ ചെയ്ത സമയത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അതിലിങ്ങനെ ഇഷ്ടംപോലെ ഇപ്പം എല്ലാവരും ചോദിക്കലുണ്ട് നമ്മളെ മാൽദീവ്സില് മെഡിക്കൽ ഫീൽഡും അതുപോലെ ടീച്ചിങ് ഫീൽഡും അല്ലാതെ, കാരണം ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ് ഓഫ്കോഴ്സ്. അപ്പൊ നമുക്ക് ഈ റിസോർട്ടുകളിലും അങ്ങനെയുള്ള വേക്കൻസികൾ ഉണ്ടാവുമല്ലോ. അപ്പം ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല അത് എങ്ങനെയാ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഐലൻഡിലൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പരിചയം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ, എന്നാലും വർക്ക് വിസയുടെ കാര്യമൊക്കെ അത് വേറെ തന്നെ ഒരു എന്താണ് നമുക്ക് ആക്കി കൊടുക്കാന്നേ ഉള്ളൂ. പക്ഷെ വർക്ക് വിസ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇന്റർവ്യൂ പോലെ തന്നെ അത് അങ്ങനെ ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നടക്കുള്ളൂ. അപ്പൊ ഇവരങ്ങനെയുള്ള ഒരുപാട് വേക്കൻസി ഇടാറുണ്ട്. അപ്പം ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ പലർക്കും ഇപ്പോഴും എനിക്കിതൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, അതിനകത്ത് കുറെ വേക്കൻസീസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച അതിലെ കുറച്ച് വേക്കൻസീസും കൂടി മെൻഷൻ ചെയ്ത് പോവാം. കുറെ വേക്കൻസീസ് കാണുന്നുണ്ട് റിസോർട്ടിലേക്കും അതുപോലെ ഹോട്ടൽസിലേക്കും ഒക്കെ ആയിട്ട്. ഒരുപാട് ഡ്രൈവേഴ്സിന്റെ വേക്കൻസി, അക്കൗണ്ടന്റ് അങ്ങനെയൊക്കെ വേക്കൻസി ഉണ്ടല്ലോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. പിന്നെ ഇപ്പൊ കുറച്ച് മെഡിക്കൽ ഫീൽഡിലേക്കുള്ള വേക്കൻസീസും കൂടി വന്നിട്ടുണ്ട് എമോസിലേക്ക്. അപ്പൊ അതെല്ലാം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം മെഡിക്കൽ ഫീൽഡിലെ വേക്കൻസിയിലേക്ക് പോകാം. അതിനു മുമ്പ് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു കമന്റ് ആണ് നമ്മുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിനെ പറ്റി പറയാം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഏജൻസി എന്ന് പറയുന്നത് ഞാൻ വന്നിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഏജൻസിയാണ്, ഞങ്ങളുടെ ഇവിടെ തന്നെ ഉള്ള ഒരാളാണ്. സോയിൽ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അവര് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആൾ മാൽദീവ്സിലേക്ക് എപ്പോഴും ചെയ്യുന്നവരാണ്. അപ്പൊ അവര് വിട്ടിട്ടുണ്ട് അഡ്വർടൈസ്മെന്റ് ഇപ്പോഴത്തേതും ലാബ് ടെക്നീഷ്യന്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ SR ഹോളിഡേയ്സ് അവരും മെൻഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറെ എന്റെ ഒരു ഫ്രണ്ട് ഈ ടിക്കറ്റ് സർവീസും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നതാണ്. അവരും ഇതുപോലെ തന്നെ വേക്കൻസി ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഞാനിപ്പോ മെൻഷൻ ചെയ്ത 3 പേരും എനിക്ക് ട്രസ്റ്റഡ് ആണ്. എന്നാലും ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയാറുണ്ട്, നമ്മൾ എന്താണ് സംഭവിക്കാന്ന് എനിക്ക് ഒരിക്കലും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. 100% എനിക്ക് ഒന്നിലും ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. പക്ഷെ ഞാൻ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 3 എവിടെയെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുക ഈ 3 ഏജൻസിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എനിക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള 3 എന്ന് പറയാൻ ഞാനിപ്പോ 2 എപ്പോഴും മെൻഷൻ ചെയ്യാറ്, SR ഹോളിഡേയ്സും അതുപോലെ ജോയിന്റ് പ്ലേസ്മെന്റും. അവരുടെ അഡ്വർടൈസ്മെന്റിൽ ഉള്ള വേക്കൻസീസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ തന്നെ ഈ നോൺ മെഡിക്കൽ SR ഹോളിഡേയ്സിൽ അവരെപ്പോഴും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ചിലതൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്റർവ്യൂലൊക്കെ അവർക്ക് കിട്ടാണ്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ CV സെലക്ഷൻ ഉണ്ടാവാറില്ല, അതുപോലെ ചിലപ്പോൾ ക്രൈറ്റീരിയാസ് ഒത്തുവരാണ്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വേക്കൻസീസും ഉണ്ട്. അപ്പൊ ഞാൻ ആ വേക്കൻസീസ് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാം. അപ്പം ആർക്കെങ്കിലും അങ്ങനത്തെ ഉള്ള നോൺ മെഡിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ ഫീൽഡിലുള്ള ജോലികള് അല്ലെ ഇപ്പൊ വർക്ക്സ് ഒക്കെ പോലെയുള്ളല്ലോ, അപ്പം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ SR ഹോളിഡേയ്സിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ 2 പേരുടെ ജോയിന്റ് പ്ലേസ്മെന്റിന്റെ നമ്പർ കൊടുക്കാം. 2 പേരും ഈ മെഡിക്കൽ ഫീൽഡിലെ വേക്കൻസി ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ 2 പേരുടെയും ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിലും ഫോൺ നമ്പർ ഇമെയിൽ ID കൊടുത്തേക്കാം. നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവരോട് വിശദമായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ വേക്കൻസീസിന്റെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ അണ്ടർ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിലേക്ക് ഇപ്പൊ എടുക്കുന്ന എന്ന് പറയുന്നത് അനസ്തേഷ്യസ്റ്റ് ഉണ്ട്, അതുപോലെ 3 നമ്പറാണത്. അതിന്റെ സാലറി, ബേസിക് സാലറി, സർവീസ് അലവൻസ്, അക്കോമഡേഷൻ അലവൻസ്, ഫുഡ് അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാലറി ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് അവർ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിസിഷ്യന് ആവശ്യമുണ്ട്, സൈക്കാട്രിസ്റ്റിന് ആവശ്യമുണ്ട്, അതുപോലെ ഡെന്റൽ ഓഫീസർ, ഡെന്റിസ്റ്റിന് വേക്കൻസി ഉണ്ട് കേട്ടോ. എന്നോട് ഇടയ്ക്കൊക്കെ കമന്റ്സിൽ കാണാറുണ്ടായിരുന്നു ഡെന്റിസ്റ്റ് വേക്കൻസി വരാറുണ്ടോന്ന്. ഇപ്പൊ ഡെന്റിസ്റ്റിന് ഇതുപോലെ ഡെന്റൽ ഓഫീസർ 2 വേക്കൻസി വന്നിട്ടുണ്ട്. അതിന്റെ സാലറിയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റേഡിയോഗ്രാഫർ വേക്കൻസി ഉണ്ട് കേട്ടോ. റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. റേഡിയോഗ്രാഫറിന്റെ 1 വേക്കൻസിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെഡിക്കൽ ഓഫീസർ ഒരു 10 MBBS മെഡിക്കൽ ഓഫീസറിന്റെ 10 വേക്കൻസിയോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയും സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും
അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസി ആയിട്ട് തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയാണെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ അപ്പം ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നവംബർ 12 വരെയാണ്. ബാക്കി ഡീറ്റെയിൽസിനായിട്ടുള്ള അറിയാനുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരുടെ ഫോൺ നമ്പറും ഏജൻസിയുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത് എനിക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിന്റെ കാര്യമാണ്. ഏജൻസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 100% എനിക്ക് ഒരിക്കലും ഉറപ്പ് തരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇത്രയാണ് മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഒരു വേക്കൻസി. പിന്നെ നഴ്സസിന്റെ വേക്കൻസി സ്റ്റില്ലുണ്ട്. പിന്നെ നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, നോൺ മെഡിക്കൽ എന്നല്ല, ഞാൻ അങ്ങനെ വായിൽ വന്നതൊക്കെ എന്താണ് ഇങ്ങനെ സാധാരണ നോർമലൈസ്ഡുള്ള അങ്ങനെയുള്ള വേക്കൻസീസ്, മെഡിക്കൽ ഫീൽഡും ടീച്ചിങ് ഫീൽഡും അല്ലാതെ മാൽദീവ്സിലേക്ക് വരുന്ന വേക്കൻസീസ് കുറച്ച് അവർ ഇന്നലെ ഇട്ടതും അതിന് തൊട്ട് മുന്നിലും വാട്സാപ്പിൽ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് മെൻഷൻ ചെയ്ത് പോവാം കേട്ടോ. അക്കൗണ്ടന്റിന്റെ ആവശ്യം വന്നിട്ടുണ്ട്, ഇന്നലെ അവർ ഇട്ടിട്ടുള്ളതാണ്. അതിന്റെ സാലറി $500 പ്ലസ് ഓവർ ടൈം, $500 പ്ലസ് ഓവർ ടൈം ആണ് പറയുന്നത്. എന്താ പറയാ, ഒരു 35,000 40,000 ഒക്കെ സാലറി വരും. അതിലും പിന്നെ പ്ലസ് ഓവർ ടൈം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ അതിലെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ ദ കമ്പനി. പിന്നെ ഇമ്മീഡിയറ്റ് അറൈവലാണ്. വിത്തിൻ 5 ഡേയ്സിൽ തന്നെ കയറി പോകാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നിയത് അതും അക്കൗണ്ടന്റിന്റെ ഓരോ ഒഴിവേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഗ്രൂപ്പിൽ എങ്ങനെയെങ്കിലും കയറും. അപ്പൊ ഗ്രൂപ്പിൽ ഇങ്ങനെ വേക്കൻസി വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയസ് ഒക്കെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി പോകാൻ പറ്റും. ഈ അക്കൗണ്ടന്റിലേക്ക് എപ്പോഴും വരുന്നതാണ് കേട്ടോ. റിസോർട്ടിലൊക്കെ മെയിൻ ആയിട്ട് വേണ്ടതാണ്. സോ അക്കൗണ്ടന്റിന്റെ ഒരെണ്ണം കണ്ടു. പിന്നെ അഡ്മിൻ കം പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞിട്ട് അഡ്മിൻ കം പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ്, എന്താണെന്ന് എനിക്കറിയില്ല. പറയും പ്രൊക്യൂർമെന്റ് എന്നാണോ? വായിക്കാനും അറിഞ്ഞൂടാ, എഴുതാനും അറിഞ്ഞൂടാ. എനിക്ക് എഴുതാൻ മാത്രമേ അറിയത്തുള്ളതൊക്കെ. അത് ഞാൻ കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാതാണ് കേട്ടോ. അങ്ങനെ എന്തോ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതിനൊരു $400 സാലറി, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടെ. ഓക്കെ, പിന്നെയുള്ളത് റിസോർട്ട് നേഴ്സ് ആണ്. മാൽദീവ്സിൽ തന്നെ $1,000 പ്ലസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവര് ഇന്നലെ ഇട്ട വേക്കൻസിയാണ് കേട്ടത്. റിസോർട്ട് നേഴ്സ് ഉണ്ട്. അതുപോലെ അർജന്റ്ലി നീഡഡ് ഫോർ ഗസ്റ്റ് ഹൗസ്, ഐലൻഡില് ഗസ്റ്റ് ഹൗസിലേക്കൊക്കെ, അതും അവർ ഇന്ത്യയിലേക്ക് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെയിറ്ററുടെ ആവശ്യമുണ്ട്. $350 പ്ലസ് സർവീസ് ചാർജ് അപ്രോക്സിമേറ്റ്ലി $200 എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, വാക്കിംഗ് ഇൻ ഐലൻഡ്, ഗസ്റ്റ് ഹോട്ടൽ, റെസ്റ്റോറന്റ്, ഫ്ലുവൻസി, ഇംഗ്ലീഷ് ഫ്ലുവൻസി വേണം കേട്ടോ. അതാണ് ഈ റിസോർട്ടിലൊക്കെ നമുക്ക് ഇംഗ്ലീഷ് അവർ IELTS ഒന്നും ചോദിക്കുന്നില്ലെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നന്നായിട്ട് പറ്റിയിരിക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് നല്ല നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ കുറെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ലെവലാവും. എന്നാലും കമ്മ്യൂണിക്കേഷൻ, ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം. ഓക്കെ, അപ്പൊ അതിന്റെ വാട്സ്ആപ്പ് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കണ്ടിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇന്ന പൊസിഷൻ, ഞാൻ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ കമന്റ് റിപ്ലൈ ആയിട്ട് എന്തെങ്കിലും ആയിട്ട് തരാം. പിന്നെ ഷെഫ് $600 ആണ്. പിന്നെ സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി ഉണ്ട്. ഈ സ്റ്റോർ കീപ്പർ, അക്കൗണ്ടന്റ്, റിസോർട്ടിലേക്കുള്ള നഴ്സസ്, ഇതൊക്കെ എപ്പോഴും വരുന്ന വേക്കൻസി ആണ് കേട്ടോ. അതൊക്കെ ഇന്നലെ ഇട്ട വേക്കൻസി ആണ്. പിന്നെ ഇത് തേഴ്സ്ഡേ ഇട്ടിട്ടുള്ള വേക്കൻസി ആണ് കേട്ടോ. ഇന്ത്യൻസ് ഓൺലി ആണ് എടുക്കുന്നത്. IT ടെക്നീഷ്യൻ, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ ആണ്. 8 hours ഡ്യൂട്ടി പ്ലസ് OT ഒക്കെയാണ്. $400 പ്ലസ് OT ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാഫ് കുക്കിനെ ആവശ്യം ഉണ്ടാവാറുണ്ട് എപ്പോഴും. ഞങ്ങളുടെ തന്നെ ഐലൻഡിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കുക്ക് ഇന്ത്യക്കാരല്ല, പക്ഷെ വേറെ കൺട്രിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഐലൻഡ് പോലീസ് സ്റ്റേഷനിലെ കുക്ക് അവിടുത്തുകാരല്ലായിരുന്നു, മാലദ്വീപ് ലോക്കൽ പീപ്പിൾ അല്ലായിരുന്നു. പിന്നെ മാലദ്വീപ് സർജൻ റിക്കറ്റ് ഫോർ കുളുമാലയിലേക്കാണ് കേട്ടോ. കുളുമാല നല്ലൊരു സ്ഥലമാണ് കേട്ടോ. മാലദ്വീപ്സിൽ തന്നെ നമ്മൾ മാലയുണ്ട്. മാലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കുളുമാലയ്ക്ക് പോവാം. മാല ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഇത്രയും ഒരു 3-4-5 ലക്ഷം പേരുണ്ട്. അവര് ചെറിയ സ്ഥലമാണ്. റോഡ് നമ്മള് വണ്ടിയൊക്കെ പോകുന്നതായിട്ട് നമ്മൾ ശരിക്കും പേടിയിരിക്കും. അവര് പിന്നെ സ്കൂട്ടറിലൊന്നും ഇങ്ങനെ ഹെൽമെറ്റ് ഒന്നും വെക്കൊന്നുമില്ല. പക്ഷെ വണ്ടിക്ക് ഇങ്ങനെ അത്രയും ചുരുങ്ങിയ റോഡും അതിന്റെ മരങ്ങളും ഉണ്ടാവും, ബിൽഡിങ്സും ഉണ്ടാവും. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടൊരു സ്ഥലമാണ് മാല എന്ന് പറയുന്നത്, മാല സിറ്റി എന്ന് പറയുന്നത്. പക്ഷെ കുളുമാല അങ്ങനെയല്ല. എന്താ പറയാ, നമ്മളൊരു ബാംഗ്ലൂർ കൺജസ്റ്റഡ് ആണ്, തിരക്കാണ്. പക്ഷെ അങ്ങനെയല്ല. ബാംഗ്ലൂരിൽ ചില സ്ഥലം ഉണ്ടാവില്ലേ, ഭയങ്കര റോഡൊക്കെ നല്ല രസമായിട്ട് കുറച്ച് കാമായിട്ടുള്ള പ്ലേസ് ഉണ്ടാവുള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലം പോലെയാണ് കുളുമാല എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു പ്ലേസ് ആണ്. ആ കുളുമാലയിലേക്കാണ് കേട്ടോ. അക്കൗണ്ടന്റിനാണ് വേക്കൻസി ഉള്ളത്. $500 സാലറി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഷെഫിന്റെ വീണ്ടും പറയുന്നുണ്ട്. പിന്നെ സീനിയർ പർച്ചേസ് മാനേജർ
നമ്മളിപ്പോ മാലയിലൊക്കെ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അവിടെ ലോക്കൽസ് വളരെ വളരെ കുറവാണ്. ഈവൻ നമ്മുടെ ഇപ്പൊ ഒരു ഗ്രോസറി ഷോപ്പ് എങ്ങനത്തെ ഷോപ്പിൽ പോയാലും നമ്മുടെ കൂടുതലും ഇന്ത്യൻസും നേപ്പാളീസൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ. ഇപ്പൊ ഞാൻ നിന്ന അതിന്റെ ഹണിമാതിലൊക്കെ ഒരു കുറെ ഹോട്ടൽസ് ഒക്കെ ഉള്ളതാണ്. ഞാൻ ലാസ്റ്റ് നിന്ന് നെയ്ക്കറന്തൂല് അങ്ങനെ ആകെ ഒരൊറ്റ ഹോട്ടലുണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ ബംഗാളീസ് ആയിരുന്നു. പിന്നെ കറക്റ്റ് അറിയില്ല, ബംഗാളീസ് ആയിരുന്നു, ഇന്ത്യൻസ് അല്ല എന്തായാലും. പിന്നെ ഞാൻ നിന്ന ഹണിമാതില് മോസ്റ്റ്ലി കുറെ നേപ്പാളീസ് ഉണ്ടായിരുന്നു അവിടെ, പിന്നെ ആസാമീസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടുത്തെ അങ്ങനെയുള്ള വർക്ക് അവിടെ ഉണ്ട്. അത് അവിടെയുള്ള ലോക്കൽസ് അല്ല കൂടുതലും ചെയ്യാറ്. പിന്നെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ വേണം, കാരണം ടൂറിസ്റ്റ് ഒക്കെ വരുന്നതായതുകൊണ്ട്. ഓക്കെ, പിന്നെ സീനിയർ പർച്ചേസ് മാനേജറുടെ അതുകൊണ്ട് അതിന് നല്ല സാലറി ഉണ്ട് കേട്ടോ. 1200 to 1500 USD പ്ലസ് OT ഉണ്ട് കേട്ടോ. അതുപോലെ വീണ്ടും അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഉണ്ടായിരുന്ന അക്കൗണ്ടന്റ് വേക്കൻസി അല്ല ഇത്. ഫുഡ് അലവൻസ് പ്രൊവൈഡ്, അക്കോമഡേഷൻ പ്രൊവൈഡ് ബൈ കമ്പനി വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റോർ മാനേജർ, അങ്ങനെയുള്ള വേക്കൻസീസ് വരാറുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ്, അപ്പൊ നിങ്ങൾ എന്താണ് ഇത് അവർ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പൊ അവർക്ക് വേക്കൻസി ഉള്ളതുകൊണ്ടാണ് അവർ ഗ്രൂപ്പിൽ ഇടുന്നത്. അപ്പൊ അവർക്ക് അവിടുത്തെ മാലയുള്ള ഏജൻസി ആയിട്ട് നിങ്ങൾ ടൈപ്പ്, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതാണ് കേട്ടോ, എന്തായാലും ഉണ്ടാവുമായിരിക്കും. അപ്പം എന്താണ് ഇപ്പൊ ഇങ്ങനെ കുറെ വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ റേഡിയോഗ്രാഫറിന്റെ വേക്കൻസി, റേഡിയോഗ്രാഫർ ഒരു വേക്കൻസി ഉള്ളത്. അപ്പൊ ഇങ്ങനെ കുറെ വേക്കൻസീസ് ഉണ്ട്. എന്താ പറയാ, ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാറുണ്ട് വേക്കൻസി. അപ്പൊ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 50,000 ആണെങ്കിലും ബാക്കി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ അവർ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാനും അതുപോലെ ഏൺ ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ ഒരുപാട് കാലം അവിടെ സ്റ്റേ ചെയ്ത് ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യാനും അങ്ങനത്തെ ഒരു ഇതല്ല. നമുക്കൊന്ന് കുറച്ച് നാള് നിന്ന് ഏൺ ചെയ്ത് നമ്മളൊരു എന്താ പറയാ, ഒരു ബേസിക് ലെവൽ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുന്നത് പറയുന്നത്, അങ്ങനെ ഒന്ന് സ്റ്റാൻഡപ്പ് ആവാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കൺട്രിയാണ് മാൽദീവ്സ്. അപ്പം ഇങ്ങനെയുള്ള വേക്കൻസീസ് വരാറുണ്ട്. ടീച്ചിങ് മാത്രമല്ല, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളത് മാത്രമല്ല, ടൂറിസ്റ്റ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒത്തിരി വേക്കൻസീസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഞാൻ അങ്ങനെ ആ ഗ്രൂപ്പിലെ വേക്കൻസീസ് ഇപ്പൊ അങ്ങനെ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറില്ല. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ കുറെ കണ്ടപ്പം യൂസ്ഫുൾ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് മെൻഷൻ ചെയ്തത്. അപ്പം ഇപ്പൊ ഇങ്ങനെ കുറെ വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പൊ ജോലി അന്വേഷിക്കുന്നവരും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. വേറെ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എല്ലാന്നുണ്ടെങ്കിൽ ഈ വേക്കൻസിനെ പറ്റി എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. SR ഹോളിഡേസ് ആണ് ഇവർ ഇടുന്നത്. അപ്പൊ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ജോബ് പ്ലേസ്മെന്റ് ഇട്ടിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഒക്കെ. അപ്പം അതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്താണ് അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദിസ് ഈസ് മീ അഞ്ജു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടാറ്റാ.